പാർലമെന്റിൽ വഖഫ് ബില്ലിനെ അനുകൂലിച്ചതിനെ ചൊല്ലി ജെഡിയുവിൽ കലഹം രൂക്ഷമാവുകയാണ്. പാർട്ടി പിന്തുടർന്നു വന്ന മതനിരപേക്ഷ നിലപാടുണ്ട് എന്നും എന്നാൽ അത് ബിജെപിക്ക് വേണ്ടി ചില നേതാക്കൾ വെള്ളം ചേർത്തുവെന്നും കൂടിയാലോചനകൾ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നുമാണ് ഉയർന്നുവരുന്ന പ്രധാന വിമർശനം. ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് മുകളിൽ പാർട്ടിയിൽ പിടിമുറുക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിക്കാൻ നിതീഷിനെ കാണാനൊരുങ്ങുകയാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ചെയ്യുന്നത്. ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നതാണ് പ്രധാന ആവശ്യം. വഖഫ് ബില്ലിൽ ജെഡിയുവിന്റെ നിലപാട് തീരുമാനിക്കാൻ യോഗങ്ങൾ ചേർന്നില്ല എന്നും കേന്ദ്രമന്ത്രിയടക്കം മുതിർന്ന ചില നേതാക്കൾ എടുത്ത തീരുമാനങ്ങൾ താഴെത്തട്ടിൽ ആശയക്കുഴപ്പമുണ്ടാക്കി എന്നും നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ വഖഫ് ഭേദഗതിക്കെതിരെ ജെഡിയു നേതാവും ന്യൂനപക്ഷ സംവരണ മുന്നണി പ്രസിഡന്റുമായ മുഹമ്മദ് പർവേസ് സിദ്ദിഖി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. പാർട്ടിയുടെ അഭിപ്രായത്തോടെ യോജിക്കാത്തതിനാലാണ് ഹർജി നൽകിയത് എന്നും ജെഡിയുവിൽ തുടർന്നുകൊണ്ട് തന്നെയുള്ള നിയമ പോരാട്ടം നടത്തുമെന്നും പർവേസ് സിദ്ദിഖി പറയുന്നുണ്ട്. വഖഫ് ഭേദഗതി ബില്ലിലെ പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിതീഷ് കുമാറിന്റെ ജെഡിയുവിൽ നിന്ന് 5 മുതിർന്ന നേതാക്കൾ രാജിവെച്ചിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിന്റെ പാർട്ടി പിന്തുണയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജിയുണ്ടായത്. ജെഡിയുവിലെ ഒരു വിഭാഗത്തിന് പാർട്ടി നിലപാടിൽ വലിയ അമർഷമുണ്ട് എന്നതാണ് പ്രധാന റിപ്പോർട്ടായി പുറത്തു വന്നിരുന്നത്. വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബിൽ തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി നേതാക്കൾ നേരത്തെ ജെഡിയുവിൽ നിന്ന് രാജിവെച്ചിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും പാസായ വഖഫ് ഭേദഗതി ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അത് നിയമമായി മാറുമെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ ഇരു സഭകളിലും പാസായത്. ജെഡിയു യുവജന വിഭാഗം വൈസ് പ്രസിഡന്റായിരുന്ന തബ്രീസ് ഹസൻ, ജെഡിയു ന്യൂനപക്ഷ സെൽ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് ഷാനവാസ് മാലിക്, അലിഗഡിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ മുഹമ്മദ് തബ്രീസ് സിദ്ദിഖി, ഭോജ്പൂർ ആസ്ഥാനമായുള്ള അംഗമായ മുഹമ്മദ് ദിൽഷൻ റെയ്ൻ, മുഹമ്മദ് കാസിം അൻസാരി എന്നിവരാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നത്. വെള്ളിയാഴ്ചയായിരുന്നു ജെഡിയു മേധാവിയും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന് തബ്രീസ് ഹസൻ തന്റെ രാജിക്കത്ത് അയച്ചിരുന്നത്. ബില്ലിനെ പിന്തുണച്ച പാർട്ടിയുടെ നടപടി മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസം തകർത്തുവെന്ന് അദ്ദേഹം തന്റെ രാജിക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. നിതീഷ് കുമാർ മതേതര പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ മതേതര പ്രതിച്ഛായ നിലനിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മുസ്ലിങ്ങൾക്കെതിരെ ആവർത്തിച്ച് പ്രവർത്തിച്ച ശക്തികൾക്കൊപ്പം തന്നെ നിൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, മുത്തലാഖ് നിയമം, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയ മുൻകാല നിയമങ്ങളുടെ തുടർച്ചയാണ് NDA സർക്കാരിന്റെ വഖഫ് ബിൽ കൊണ്ടുവരുന്നത്. അത് മുസ്ലിം താൽപര്യങ്ങൾക്ക് ദോഷം വരുത്തും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ബില്ലിനെ എതിർക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഉറുദുവിലും ഹിന്ദിയിലും മെമ്മോറണ്ടങ്ങൾ സമർപ്പിച്ചുവെങ്കിലും അവ അവഗണിക്കപ്പെട്ടുവെന്ന് ഹസൻ തന്നെ കൂട്ടിച്ചേർത്തിരുന്നു. വളരെ ആലോചിച്ച ശേഷമാണ് രാജിയെക്കുറിച്ച് തീരുമാനിച്ചത് എന്നും ഇത് തന്റെ ഉത്തരവാദിത്വത്തിന്റെ അവസാനമല്ല, മറിച്ച് പുതിയ ഒരു തുടക്കമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു NDA ഘടകകക്ഷിയായ RLDയും അതായത് രാഷ്ട്രീയ ലോക്ദൾ നേതാക്കൾ പാർട്ടി വിടുകയാണ് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ഉത്തർപ്രദേശിൽ RLDയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഷഹസൈബ് റുസി വെള്ളിയാഴ്ച പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു. പാർട്ടി മേധാവി ജയന്ത് ചൗധരി മതേതരത്വവും ഉപേക്ഷിച്ചുവെന്നും മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം തന്നെ രാജിക്കത്തിൽ ആരോപിച്ചിരുന്നു. മുസ്ലിങ്ങൾ വലിയ തോതിൽ ജയന്ത് ചൗധരിയെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം മുസ്ലിങ്ങൾക്കൊപ്പം നിൽന്നില്ല എന്ന് റുസി ചൂണ്ടിക്കാണിച്ചു. ജില്ലാ തലത്തിലുള്ള നിരവധി നേതാക്കളും പാർട്ടി വിട്ടിട്ടുണ്ട്. ഹാംപൂരിലെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ മുഹമ്മദ് സാഖിയും ഒരു കൂട്ടം പ്രാദേശിക നേതാക്കളും രാജിവെച്ചിരുന്നു. മുസ്ലിം വിഷയങ്ങളിൽ പാർട്ടി മൗനം പാലിച്ചുവെന്നും തത്വങ്ങളെക്കാൾ അധികാരത്തെ പാർട്ടി തെരഞ്ഞെടുത്തുവെന്നും RLD മേധാവിക്ക് അയച്ച കത്തിൽ സാഖി എഴുതിയിരുന്നു. പൊതുജന താൽപര്യത്തെക്കാൾ രാഷ്ട്രീയ അഭിലാഷത്തിനാണ് പാർട്ടി ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്ന് വ്യക്തമായി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്ത 232 പ്രതിപക്ഷ MP-മാർ സാഖിക്ക് നന്ദി പറഞ്ഞു. സർക്കാരിന് ഭൂരിപക്ഷത്തിനുള്ള എണ്ണമുണ്ട് എങ്കിൽ പോലും ഭരണഘടനയ്ക്കൊപ്പം നിന്നത് ആരാണെന്ന് ചരിത്രം ഓർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ലോക്സഭയിൽ 232-നെതിരെ 288 വോട്ടുകൾക്കും രാജ്യസഭയിൽ 95-നെതിരെ 128 വോട്ടുകൾക്കുമാണ് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായത്.